വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് വന്നേക്കുന്ന എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ സാലിക്കയുടെ കട പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ദാണ്ടേ നമ്മുടെ കണ്ണ് നിറയുന്ന പോലെ ഇവിടെ സാധനങ്ങളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതാണ് ഗൈസ്. അങ്ങനെ നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈസ് തന്നെയാണ്. വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയ ഫാമിലി, അതായത് ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഇവിടുന്ന് സാധനം എടുക്കുന്നത് ഭയങ്കര ലാഭമാണ് ഗൈസ്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാനുപള്ളിക്ക് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന കടയാണ് നമ്മുടെ സാലിക്കയുടെ കട. ഇവിടെ ആരോട് ചോദിച്ചാലും ഈ കട നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ 10 രൂപയ്ക്കാണ് ഗൈസ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. അതും ചെറിയ ഗ്ലാസ് ഒന്നുമല്ല, നമ്മളെ പറ്റിക്കുന്ന രീതിയിലൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ദാഹം മാറുന്ന രീതിയിൽ നമുക്ക് ജ്യൂസൊക്കെ കിട്ടും. അതുപോലെ പല സാധനങ്ങൾക്കും ഇവിടെ പകുതി വില പോലും എടുക്കുന്നില്ല ഗൈസ്. അത്രയ്ക്ക് ലാഭത്തിലാണ് ഇവിടെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഒരു ഹോൾസെയിൽ കടയ്ക്ക് തുല്യമാണ് ഗൈസ് നമ്മുടെ സാലിക്കയുടെ കടയെന്ന് പറയുന്നത്. അപ്പോൾ മീമിക്ക് നമുക്ക് പേരയ്ക്ക ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 10 രൂപയുള്ളൂ ഗൈസ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ ഇവിടെ ബേക്കറി മാത്രമല്ല, പച്ചക്കറി ഉണ്ട്, പലചരക്ക് സാധനങ്ങളുണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം, അതായത് ഒറ്റ കടയിൽ വന്ന എല്ലാം കിട്ടുന്ന, അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ സമൂസയാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് കടയിൽ നിന്ന് 10-12 രൂപയ്ക്കാണ് ഒരു സമൂസ കിട്ടുന്നത്. ഇവിടെ വെറും 8 രൂപ മാത്രമേ ഉള്ളൂ ഒരു സമൂസയ്ക്ക് ഗൈസ്. അപ്പോൾ ഈ ഹൽവ, അതുപോലെ ലഡു, ജിലേബി, ഇതിനൊക്കെ റേറ്റ് കുറവാണ് ഗൈസ്. നമ്മുടെ സമൂസയുടെ ടേസ്റ്റ് അത് നിങ്ങൾ ഒരെണ്ണം തിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നും ഗൈസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഉച്ച സമയത്ത്, അതായത് പള്ളിയിലൊക്കെ പോകുന്നവരിവിടെ വന്നിട്ട് ജ്യൂസ്, അതായത് 10 രൂപയ്ക്ക് ഇത്രയും ജ്യൂസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ ലാഭമാണ്. അത് നല്ല ജ്യൂസാണ് ഗൈസ്. പാലൊക്കെ ഇട്ടടിച്ച നല്ല ജ്യൂസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇവിടുത്തെ ബേക്കറി ഐറ്റംസിന്, ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. മന്തി കിറ്റാണ് ഈ കാണുന്നത്, ഇതിനും റേറ്റ് കുറവാണ് ഗൈസ്. അങ്ങനെ പല സാധനങ്ങളും ഇവിടെ തന്നെ. നമ്മുടെ ഈ പൊരിസ് ഐറ്റംസ് കുറേ സംഭവങ്ങളുണ്ട്. നെയ്പത്തിരി ഉണ്ട്, സമൂസയുണ്ട്, പപ്സ് ഉണ്ട്, പിന്നെ മീറ്റ് റോൾ ഉണ്ട്. അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. ഇതിനെല്ലാം വളരെ റേറ്റ് കുറവാണ്. നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ്. അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ, ഈ കടല, ഉഴുന്ന്, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വളരെ ചീപ്പ് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല, അതായത് കുറച്ച് ലാഭം മാത്രം എടുത്തുകൊണ്ട് കൂടുതൽ കച്ചവടം, അതാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ കടയിൽ ഞാൻ 360 ദിവസം വന്നു പോകുന്ന ആളാണ്. ഇവിടെ 10 രൂപയ്ക്ക് മുന്തിരി ജ്യൂസ് ഉണ്ട്, പേരയ്ക്ക ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് മിൽക്ക് ഉണ്ട്. തുച്ഛമായ ലാഭത്തിലാണ് അവരിവിടെ കച്ചവടം ചെയ്യുന്നത്. വലിയ ലാഭമില്ലാതെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, പലചരക്ക്, എല്ലാ സാധനവും. എന്ത് പറയാനാണ്, നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന വെള്ളം, 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപയുള്ളൂ. മറ്റു കടയിലേക്ക് ഇതിന് നല്ല രീതിയിൽ നിങ്ങൾക്കറിയില്ല, ഇവിടെ 10 രൂപയ്ക്ക് 2 രൂപ ലാഭം നോക്കിയാണ് ഈ വെള്ളം. അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇവിടെ 1000 രൂപയുടെ സാധനം മേടിച്ചാൽ എങ്ങനെ പോയാലും ഒരു 250 രൂപ നമുക്ക് നേട്ടമുണ്ടാവും മറ്റു കടകളെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് സഹകരിക്കുക. ഞാൻ മാന്നാറെന്ന് വരികയാണ്. ഞാൻ നമ്മുടെ സെയിൽസ് വണ്ടിയിലാണ്. നമ്മുടെ ഇടത്തിനെക്കാട്ടിലും എല്ലാത്തിനും ഇവിടെ സാധനത്തിന് നല്ല വിലക്കുറവാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ നിന്നാണ് സാധനം എല്ലാം മാറ്റുന്നത്. തുച്ഛമായ പൈസയ്ക്കാണ് അവർ, ചെറിയ മാർജിനാണ് എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരുടെ അഭിപ്രായം കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ഇത് ഈന്തപ്പഴമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ലാഭമാണ്, എല്ലാവരും വന്ന് മേടിച്ചു. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.